വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഇമ്രാൻ പ്രതാപ് ഗർഹി MP. കോട്ടക്കൽ മണ്ഡലം UDF സ്ഥാനാർത്ഥി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കുറ്റിപ്പുറത്ത് സംഘടിപ്പിച്ച കൂറ്റൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിലവിൽ പിണറായി മോദി കൂട്ടുകെട്ടാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇമ്രാൻ പ്രതാപ് ഗർഹി ആരോപിച്ചു. ഉയർന്ന ജനാധിപത്യ ബോധമുള്ള മലയാളികൾ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ അംഗീകരിക്കില്ലെന്നും ഇടതും BJPയും തമ്മിലുള്ള രഹസ്യധാരണ വോട്ടർമാർ തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. വെറുമൊരു രാഷ്ട്രീയക്കാരനു വേണ്ടിയല്ല, മറിച്ച് ഉയർന്ന വിദ്യാഭ്യാസവും നേതൃശേഷിയുമുള്ള ഒരു അക്കാദമിഷ്യനു വേണ്ടിയാണ് താൻ വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെപ്പോലൊരു വ്യക്തിയെ സ്ഥാനാർത്ഥിയായി ലഭിച്ചത് കോട്ടക്കൽ മണ്ഡലത്തിലെ വോട്ടർമാരുടെ സൗഭാഗ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. आबिद हुसैन थंगल साहब सिर्फ एक कैंडिडेट भर नहीं है, एक पॉलिटिशियन भर नहीं है, एक ऐसा एकेडमिक इंसान जो पॉलिटिक्स का हिस्सा बना है तो पॉलिटिक्स को कुछ देने के लिए पॉलिटिक्स का हिस्सा बना है, पॉलिटिक्स से कुछ हासिल करना उसका मकसद नहीं है. जब कोई एकेडमिक इंसान पॉलिटिक्स में आता है और उसे ताकत मिलती है, उसे पावर मिलता है, तो वो सोसाइटी के लिए, कम्युनिटी के लिए, स्टेट के लिए कुछ ऐसा करता है जो फ्यूचर में एक एग्जाम्पल बनता है. मुझे पूरा यकीन है कि आने वाले दिनों में यहां UDF की सरकार बनने जा रही है, गवर्नमेंट बनने जा रही है और आबिद हुसैन थंगल साहब सिर्फ एक ऑर्डिनरी MLA बन के नहीं रहेंगे, बल्कि इनका रोल और बड़ा होगा, काफी बड़ा होगा, बहुत बड़ा होगा. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ആസിഫ് അൻസാരി, സഫ്രാസ് അഹമ്മദ്, MSF ദേശീയ പ്രസിഡന്റ് VP അഹമ്മദ് സാജു തുടങ്ങിയ ദേശീയ സംസ്ഥാന നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ഡലം UDF ചെയർമാൻ V മധുസൂദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ സലാം വളാഞ്ചേരി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KM ഗഫൂർ, MV ആസാദ്, അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റിപ്പുറം ടൗണിനെ ആവേശത്തിലാഴ്ത്തിയ പൊതുസമ്മേളനം മണ്ഡലത്തിലെ UDF പ്രചാരണത്തിന് പുതിയ കരുത്ത് പകർന്നു. വൻ ജനപങ്കാളിത്തമാണ് സമ്മേളനത്തിനുടനീളം ദൃശ്യമായത്. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം. വേഴ്സറ്റൈൽ എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം, wow, versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.